2026 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഞെട്ടിച്ച് കളഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ആയിരുന്നില്ല. ആറ്റിങ്ങൽ പോലുള്ള ലോക്സഭാ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ടിൻ്റെ അന്തരം കട്ടിച്ചെന്തോ ഒരു 60,000 വോട്ടിൻ്റെ മറ്റോ വളരെ കുറഞ്ഞു വന്നു. അതെ, വളരെ കുറഞ്ഞ വെച്ചാൽ ഏത് സമയവും BJPക്ക് ഈ CPM സ്ഥാനാർത്ഥിയെ മറികടക്കാൻ കഴിയുമെന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പോൾ ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലം എന്ന് പറയുന്നത് ഈഴവ പ്രാമുഖ്യമുള്ള മണ്ഡലം. രണ്ടാമത് ഈ പറയുന്ന പോലെ ഈഴവ വിഭാഗങ്ങൾ പൊതുവേ CPMന് വേണ്ടി എക്കാലവും വോട്ട് കുത്തിക്കൊണ്ടിരുന്നൊരു മണ്ഡലം. അവിടെ എങ്ങനെയാണ് ഡ്രാസ്റ്റിക്കായിട്ട് ഈ V മുരളീധരനെ പോലെ BJP നേതാവ് കടന്നു കയറിയത്? അവിടെ വളരെ കുറഞ്ഞ മാർജിനിലാണ് അടൂർ പ്രകാശ് അന്ന് ജയിച്ചത്. അടൂർ പ്രകാശ് അല്ലെങ്കിൽ V മുരളീധരൻ അവിടെ ജയിക്കുന്ന അവസ്ഥയിലേക്ക് ഓരോ കാര്യങ്ങൾ എത്തുമായിരുന്നു. അടൂർ പ്രകാശിൻ്റെ ആ ഒരു വ്യക്തിപരമായ ചില ഇടപെടലുകളുടെയും അയാളുടെ സാമ്പത്തിക ഇതിൻ്റെയൊക്കെ ഒരു ഗുണമാണ് യഥാർത്ഥത്തിൽ പുള്ളി ജയിപ്പിച്ചത് അവിടെ. പക്ഷെ അപ്പോൾ CPM അന്തം വിട്ടുപോയത് അവിടെയെന്ന് വെച്ചാൽ എന്തുകൊണ്ട് CPM സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ടിൻ്റെ അന്തരം കുറയുന്നു. അപ്പോൾ അവരുടെ അടുത്ത് കണക്കെടുപ്പ് മനസ്സിലായത് ഇവരുടെ പരമ്പരാഗത വോട്ടിംഗ് കേന്ദ്രം. അതുപോലെ തന്നെ കണ്ണൂർ സംഭവിച്ചു. കണ്ണൂരിൽ K. സുധാകരൻ ജയിച്ചത് 1,18,000 വോട്ടിനോ പറ്റും. പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും BJPക്കും സുധാകരനുമായിട്ട് വോട്ടുകൾ വീതിക്കപ്പെട്ടു പോകും. അവിടെയും CPM കണക്കെടുത്തത്. അപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിലെ വോട്ടുകൾ പോലും അരിവാൾച്ചിറ്റേക്ക് വീഴാതെ ഈ സുധാകരനും BJPക്കും പോകുന്നു. അതുപോലെ ഓരോ മണ്ഡലങ്ങളും അവർ കണക്കെടുത്തപ്പോൾ പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ ഒന്നുകിൽ BJPക്ക് പോകുന്നു, അല്ലെങ്കിൽ UDFന് പോകുന്നു, അല്ലെങ്കിൽ വോട്ട് ചെയ്യപ്പെടുന്നില്ല. ഇതിനെക്കുറിച്ച് അവർ വിശകലനം ചെയ്തപ്പോഴാണ് ഒരു കാര്യം കൃത്യമായിട്ട് താഴെ നിന്ന് അവർക്ക് റിപ്പോർട്ട് കിട്ടി. നമ്മളുടെ പരമ്പരാഗത ഹൈന്ദവ വോട്ട് വിഭാഗങ്ങൾ അത് BJPയിലേക്ക് പോയി തുടങ്ങി വലിയ ശതമാനം. ചിലതൊക്കെ CPM UDFിലേക്കും പോകുന്നു. അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് കൃത്യമായൊരു കാര്യം മനസ്സിലായി. ഈ പാലസ്തീൻ വിഷയം മറ്റ് പല വിഷയങ്ങളിലുമെല്ലാം ഈ CPM ഇത്രയും നാളെ കൈക്കൊണ്ടിരുന്ന വിഷയങ്ങളെല്ലാം അവരുടെ പാർട്ടിക്കുള്ളിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കിയിരുന്നു. അത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അത് പാർട്ടി നേതൃത്വത്തിന് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് CPMന് മനസ്സിലായി. അതോടുകൂടിയാണ് അവർ യഥാർത്ഥത്തിൽ അമ്പരന്ന് പോയത്. കാരണം ഇനി ഈ ന്യൂനപക്ഷ വോട്ടുകൾ ചുറ്റിപ്പറ്റി നിന്നാൽ തങ്ങളുടെ അടിത്തറ പൂർണ്ണമായും ഒലിച്ച് BJPയിലേക്ക് ചെന്ന് അടിയുമെന്ന് CPMന് മനസ്സിലായപ്പോഴാണ് അവർക്ക് തന്ത്രം മാറ്റിയാലേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് CPMനും പിണറായിക്ക് മനസ്സിലായത്.